വെൽക്കം ടു ഈസി കോമേഴ്സ് ക്ലാസ്സസ്. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ഇൻഡിവിജ്വൽ ആസ് പെർ ഇൻകം ടാക്സ് ആക്ട്. ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ഒരു ഇൻഡിവിജ്വലിൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എങ്ങനെ ഡിറ്റർമിൻ ചെയ്യും എന്നുള്ളതാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ഇതിനു വേണ്ടി രണ്ട് സെക്ഷനുകളാണ് ഡിപ്പാർട്ട്മെന്റ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്. ഒന്ന് സെക്ഷൻ 6 സബ്സെക്ഷൻ 1ഉം രണ്ടാമത്തേത് സെക്ഷൻ 6 സബ്സെക്ഷൻ 1A-യുമാണ്. ഇനി എന്താണ് സെക്ഷൻ 6 സബ്സെക്ഷൻ 1 എന്നുള്ളത് ആദ്യം നമുക്ക് പരിശോധിക്കാം. ഫിസിക്കൽ പ്രസൻസ് ഇൻ ഇന്ത്യ റിക്വയർഡ്. ഒരു ഇൻഡിവിജ്വൽ ഇന്ത്യയിൽ ഫിസിക്കലി പ്രസന്റ് ആവണം. ഫിസിക്കലി പ്രസന്റ് ആയാൽ മാത്രം പോരാ, കുറച്ച് കണ്ടീഷൻസും ക്രൈറ്റീരിയാസും ഉണ്ട്. അതെന്താണെന്നുള്ളത് നമ്മൾ അടുത്ത സെക്ഷനിൽ പഠിക്കും. ഇപ്പോൾ നമുക്ക് എങ്ങനെ പഠിച്ചു വെക്കാം? ഫിസിക്കൽ പ്രസൻസ് ഇൻ ഇന്ത്യ റിക്വയർഡ്. ഫിസിക്കലി ഇന്ത്യയിൽ പ്രസന്റ് ആയിരിക്കണം, എങ്കിൽ അയാൾ റെസിഡന്റ് ആണ് എന്ന് നമുക്ക് പഠിച്ചു വെക്കാം. ഇതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്, അത് നമ്മൾ അടുത്ത സെക്ഷനിൽ പഠിക്കും. ഓക്കെ, അപ്പോൾ സെക്ഷൻ 6 സബ്സെക്ഷൻ 1 എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഇനി അടുത്തത് സെക്ഷൻ 6 സബ്സെക്ഷൻ 1A. ഈ സെക്ഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2020 മുന്നേ വരെ ഇങ്ങനൊരു സെക്ഷൻ ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. 2020 ബഡ്ജറ്റിലാണ് ഇങ്ങനൊരു സെക്ഷൻ ഇംപ്ലിമെന്റ് ചെയ്തത്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒരു വ്യക്തി ഇന്ത്യയിൽ ഫിസിക്കലി പ്രസന്റ് ആവണം എന്ന് യാതൊരു നിർബന്ധമില്ല. ഒരാൾ ഇന്ത്യയിൽ ഫിസിക്കലി പ്രസന്റ് ആയിട്ടില്ല എങ്കിൽ പോലും അയാൾ ആരാണ്? റെസിഡൻ്റായി മാറും. അത്തരം റെസിഡൻ്റ് ആയി മാറുന്ന ആളുകളുടെ പേരാണ് ഡീംഡ് റെസിഡന്റ് എന്ന് പറയുന്നത്. ഫിസിക്കലി ഇന്ത്യയിൽ പ്രസന്റ് അല്ലാത്ത വ്യക്തികൾ റെസിഡൻ്റായി മാറുന്ന സാഹചര്യത്തെ പറയുന്ന പേരാണ് ഡീംഡ് റെസിഡന്റ് എന്ന് പറയുന്നത്. അടുത്ത പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, തൊട്ട് മുന്നേ പറഞ്ഞു ഞാൻ ഫിസിക്കൽ പ്രസൻസ് ഇൻ ഇന്ത്യ റിക്വയർഡ്. അവിടെ ആരുമാവാം, ഇന്ത്യക്കാരൻ ആവണമെന്നില്ല. അയാൾ ചൈനക്കാരനോ പാകിസ്ഥാൻകാരനോ ആരുമാവാം. ഇന്ത്യയിൽ ഫിസിക്കലി പ്രസന്റ് ആയ ആ സെക്ഷൻ പ്രകാരം എന്താവും? അയാൾ റെസിഡന്റ് ആവും. പക്ഷെ ഇവിടുത്തെ കാര്യം എങ്ങനെയാണ്? സെക്ഷൻ 6 സബ്സെക്ഷൻ 1A പറയുന്ന ആരാണ്? അയാൾ ഇന്ത്യൻ സിറ്റിസൺ ആണ്. ഇന്ത്യൻ സിറ്റിസൺ ആയ ഒരു വ്യക്തി ഇന്ത്യയിൽ ഫിസിക്കലി പ്രസന്റഡ് അല്ല എങ്കിൽ പോലും അയാൾ റെസിഡന്റ് ആയി മാറുന്ന സാഹചര്യത്തെ പറയുന്ന പേരാണ് ഡീംഡ് റെസിഡന്റ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇന്ത്യൻ സിറ്റിസൺ ആയ ഒരു വ്യക്തി ഫിസിക്കലി ഇന്ത്യയിൽ പ്രസന്റ് അല്ലായിരുന്നാൽ കൂടെയും അയാൾ റെസിഡൻ്റായി മാറുന്ന സാഹചര്യത്തെ പറയുന്ന പേരാണ് ഡീംഡ് റെസിഡന്റ്. തൊട്ട മുന്നേ നമ്മൾ പറഞ്ഞത് സെക്ഷൻ 6 സബ്സെക്ഷൻ 1 പറഞ്ഞാൽ എന്താണ്? ഇൻഡിവിജ്വൽ ആയാൽ മതി, അയാൾ ഇന്ത്യക്കാരൻ ആവണം എന്നില്ല. അവർക്ക് അങ്ങനെ ഒരു വ്യക്തിക്ക് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയാൽ അയാളും റെസിഡൻ്റായി മാറും. ഓക്കെ, ഇത് രണ്ടുമാണ് ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി ഇതിൻ്റെയൊക്കെ വൈഡായിട്ട് നമ്മൾ അടുത്ത സെക്ഷനുകളിൽ പഠിക്കും. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യം, ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ ദെൻ അയാൾ നോൺ റെസിഡൻ്റ് ആണ്. സോ നോൺ റെസിഡൻ്റ് ആണ് നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത്. ആരാണ് നോൺ റെസിഡൻറ്റ്? മുകളിൽ പറഞ്ഞ രണ്ട് കണ്ടീഷനുകളും ഒരാൾ സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ നോൺ റെസിഡൻ്റ് ആണ്. ഇനി മുകളിൽ പറഞ്ഞ രണ്ട് കണ്ടീഷനുകളും എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ അത് രണ്ടും അല്ല എന്നുണ്ടെങ്കിൽ ആ രണ്ട് വിഭാഗത്തിൽ പെടാത്ത ആളുകളൊക്കെ ആരാണ്? നോൺ റെസിഡൻ്റ് ആണ്. അപ്പോൾ നോൺ റെസിഡൻ്റ് ആരാണെന്നുള്ളത് നമ്മൾ പഠിച്ചു. ബോത്ത് നോട്ട് സാറ്റിസ്ഫൈഡ് ദെൻ നോൺ റെസിഡൻ്റ് ആണ് എന്നാണ് ഇതിൽ പറയാനുള്ളത്. ഇനി അടുത്തത് നമുക്ക് ഡീംഡ് റെസിഡൻ്റ് എന്നാണുള്ളത് വിശദമായി തന്നെ പഠിക്കാം. ഇനി എന്താണ് ഒരു ഡീംഡ് റെസിഡന്റ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഒരു വ്യക്തി ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. ഒന്നാമത്തെ കണ്ടീഷൻ അതാണ്, ഒരു വ്യക്തി ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. ആൻഡ് ഇൻകം ടാക്സിൽ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾക്ക് ആൻഡ് അല്ലെങ്കിൽ ഓർ ഇതിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, സിറ്റിസൺ ഇൻ ഇന്ത്യ, അയാൾ ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. ആൻഡ് അതോടൊപ്പം ഇൻകം അതർ ദാൻ ഫോറിൻ ഇൻകം, അതായത് ഫോറിൻ ഇൻകം അല്ലാത്തൊരു ഇൻകം ആയിരിക്കണം. ചുരുക്കം പറഞ്ഞാൽ ഇന്ത്യനിൽ നിന്ന് കിട്ടുന്ന വരുമാനമായിരിക്കണം, ഇന്ത്യൻ ഇൻകം ആയിരിക്കണം. ആൻഡ് 50 lakh ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയറിൽ 15 ലക്ഷത്തിൻ്റെ മുകളിൽ ഇൻകം ഉണ്ടായിരിക്കണം. ഇവിടെ ഈ സൈൻ ഡിനോട്ട് ചെയ്യുന്നത് മോർ ദാൻ അല്ലെങ്കിൽ എക്സീഡിങ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. എക്സാമിന് ഇങ്ങനെ എഴുതരുത്, ഞാൻ എളുപ്പത്തിന് വേണ്ടി എഴുതിയതാണ്. എക്സാമിന് നിങ്ങൾ മോർ ദാൻ അല്ലെങ്കിൽ എക്സീഡിങ് എന്ന് തന്നെ എഴുതണം. എക്സീഡിങ് 50 lakh ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ. ആൻഡ് ഹി ഈസ് നോട്ട് ലയബിൾ ടു പേ ടാക്സ് ഇൻ എനി അതർ കൺട്രി, വേറൊരു രാജ്യത്തും അയാൾ ടാക്സ് അടക്കാൻ ബാധ്യസ്ഥനാവരുത്. ഇങ്ങനെയുള്ള വ്യക്തികൾ ഓട്ടോമാറ്റിക്കലി ഒരു ഡീംഡ് ആയിട്ടുള്ള റെസിഡൻ്റായി മാറും എന്നാണ് പറയുന്നത്. ചുരുക്കം പറഞ്ഞാൽ ഒരാൾ പുറത്ത് താമസിക്കുന്ന വ്യക്തി ഇന്ത്യക്കാരനാണ്. അയാൾക്ക് ഇന്ത്യയിൽ നിന്ന് 15 ലക്ഷം രൂപയുടെ മുകളിൽ വരുമാനമുണ്ട്. പക്ഷെ ആ രാജ്യത്ത് അയാൾ ടാക്സ് അടക്കാനൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ എക്സാമ്പിളായിട്ട് ഗൾഫിൽ താമസിക്കുന്ന ഒരാൾ, അയാൾക്ക് ഗൾഫത്തെ വരുമാനത്തിന് പുറമെ ഇന്ത്യയിൽ നിന്ന് വല്ല ബിൽഡിങ്ങിലോ എവിടെ നിന്നെങ്കിലും 15 ലക്ഷത്തിൻ്റെ മുകളിൽ വരുമാനം ഉണ്ടെന്ന് കരുതുക. അത്തരം ഒരു വ്യക്തിക്ക്
ഗൾഫിൽ ടാക്സ് ഇല്ല നോർമലി, GCC കൺട്രീസിൽ ടാക്സ് ഇല്ല. സോ അവിടെ ടാക്സ് ഇല്ലാത്ത 15 ലക്ഷത്തിന് മുകളിൽ വരുമാനമുള്ള ഒരു വ്യക്തി ഇന്ത്യയിൽ ഓട്ടോമാറ്റിക്കലായി റെസിഡൻ്റായി മാറും. റെസിഡൻറ്റിന് എന്തൊക്കെ ടാക്സ് കണ്ടീഷൻസ് ഉണ്ട് അതൊക്കെ അയാൾക്കും ബാധ്യസ്ഥനാവും എന്നാണ് ഇവിടെ പറയുന്നത്. വളരെ സിമ്പിളാണ്, മനസ്സിലായിട്ടുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോവാം. ഇനി നമ്മൾ ഓൾറെഡി പഠിച്ച സെക്ഷൻ 6 സബ്സെക്ഷൻ 1 റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്, അതായത് ഫിസിക്കൽ പ്രസൻസ് വേണ്ട റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൻ്റെ ക്രൈറ്റീരിയാസ് അല്ലെങ്കിൽ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് പഠിക്കാം. പ്രധാനമായും 2 കണ്ടീഷനുള്ളത്. അത്തരം കണ്ടീഷൻ നമ്മൾ ബേസിക് കണ്ടീഷൻ എന്ന് പറയും. നമുക്കിവിടെ അത്തരം കണ്ടീഷനെ ബേസിക് 1, ബേസിക് 2 എന്ന് വേണമെങ്കിൽ പേരിട്ട് വിളിക്കാം. ഇനി എന്താണ് ബേസിക് 1, അതായത് ബേസിക് കണ്ടീഷൻ? ആദ്യത്തെ കണ്ടീഷൻ എന്ന് നോക്കാം. An individual stay in India for a period of 182 days or more in the relevant previous year. ഇവിടെ നമ്മുടെ പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് 2023-2024 വർഷമാണ്. അപ്പോൾ ആദ്യത്തെ കണ്ടീഷൻ എന്താ പറയുന്നത്? 2023-2024 വർഷത്തിൽ ഒരു ഇൻഡിവിജ്വൽ ഇന്ത്യയിൽ 182 ദിവസം താമസിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അയാൾ എന്താണ്? റെസിഡൻ്റ് ആണ് എന്നാണ് പറയുന്നത്. ഓർ അതല്ലെങ്കിൽ ഈ അയാൾ ഇന്ത്യയിൽ 182 ദിവസം താമസിച്ചിട്ടില്ല എങ്കിൽ അടുത്ത കണ്ടീഷൻ എന്താ പറയുക നോക്കാം. ഇൻഡിവിജ്വൽ ഇൻ ഇന്ത്യ സ്റ്റേ ഫോർ എ പീരീഡ് ഓഫ് 60 days ഓർ മോർ ഇൻ റെലവൻറ്റ് പ്രീവിയസ് ഇയർ. ഒരു ഇൻഡിവിജ്വലായ വ്യക്തി ഇന്ത്യയിൽ 60 ദിവസം പ്രീവിയസ് ഇയറിൽ താമസിച്ചിട്ടുണ്ടോ എന്നാണ് നോക്കേണ്ടത്. പ്രീവിയസ് ഇയർ എന്ന് പറയുമ്പോൾ 2023-2024 വർഷത്തിൽ 60 ദിവസം ഇന്ത്യയിൽ താമസിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കണം. ആൻഡ് അതോടൊപ്പം, അത് മാത്രം മതിയോ? പോരാ. അതിനോടൊപ്പം എന്ത് വേണം? 365 days ഓർ മോർ ഇൻ പാസ്റ്റ് ഫോർ പ്രിസീഡിങ് പ്രീവിയസ് ഇയർ. പ്രീവിയസ് ഇയറിൻ്റെ അവിടെ നിന്ന് പുറകോട്ട് എന്ത് ചെയ്യണം? 4 പ്രീവിയസ് ഇയർ എടുക്കണം. ഇപ്പോൾ 2023-2024 പ്രീവിയസ് ഇയർ എന്നെങ്കിൽ അവിടുന്ന് 4 വർഷം പുറകോട്ട്, 4 വർഷങ്ങൾ പുറകോട്ട് എടുക്കുക. ഈ 4 വർഷത്തിലെല്ലാം കൂടെ 365 ദിവസമോ അല്ലെങ്കിൽ അതിലധികമോ ഒരു വ്യക്തി ഇന്ത്യയിൽ താമസിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക. ഇത് രണ്ടും ഫുൾഫിൽ ചെയ്താൽ, അതായത് 60 ദിവസം പ്രീവിയസ് ഇയറിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ 365 days ഓർ മോർ ഇൻ പാസ്റ്റ് പ്രൊസീഡിങ് ഫോർ പ്രീവിയസ് ഇയർ ഉണ്ട് എന്നുണ്ടെങ്കിൽ അയാൾ എന്താണ്? റെസിഡൻ്റ് ആണ് എന്നാണ് ഈ കണ്ടീഷനിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ 2 കണ്ടീഷനാണുള്ളത്. ഇൻ ഇൻഡിവിജ്വൽ സ്റ്റേ ഇൻ ഇന്ത്യ ഫോർ എ പീരീഡ് ഓഫ് 182 days ഓർ മോർ ഇൻ ദ റെലവൻറ്റ് പ്രീവിയസ് ഇയർ, ഓർ ഇൻഡിവിജ്വൽ സ്റ്റേ ഇൻ ഇന്ത്യ ഫോർ 60 days ഇൻ റെലവൻറ്റ് പ്രീവിയസ് ഇയർ ആൻഡ് 365 days ഓർ മോർ ഇൻ പാസ്റ്റ് ഫോർ പ്രിസീഡിങ് പ്രീവിയസ് ഇയർ. രണ്ടും സാറ്റിസ്ഫൈഡ് ആയാൽ മതി, അയാൾ റെസിഡൻ്റ് ആണ്. രണ്ടും സാറ്റിസ്ഫൈഡ് ആവണ്ട. ഇതിൽ ഒരെണ്ണം സാറ്റിസ്ഫൈ ആയാൽ അയാൾ റെസിഡൻ്റ് ആണ്. അപ്പോൾ നമുക്ക് മനസ്സിൽ 2-3 ഡോട്ടുകൾ വരും. ഈ ഇൻഡിവിജ്വൽ എന്ന് പറയുമ്പോൾ അയാൾ ഇന്ത്യക്കാരനാവണോ? വേണ്ട, അയാൾ ഡിഗ്രി ഇന്ത്യക്കാരൻ ആവണം എന്നില്ല. അമേരിക്കക്കാരനോ ചൈനക്കാരനോ ജപ്പാൻകാരനോ ആരും ആയിക്കോട്ടെ, അയാൾ ഇന്ത്യയിൽ 60 ദിവസമോ അല്ലെങ്കിൽ 365 ദിവസമോ ലാസ്റ്റ് പ്രൊസീഡിങ് ഫോർ ഇയേഴ്സോ താമസിക്കുകയോ അല്ലെങ്കിൽ ഇന്ത്യയിൽ 182 days ഓർ മോർ ഇൻ റെലവൻറ്റ് പ്രീവിയസ് ഇയർ താമസിക്കുകയോ ചെയ്താൽ മതി. ഇതിലേതെങ്കിലും ഒരു കണ്ടീഷൻ ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞാൽ അയാൾ എന്താണ്? റെസിഡൻ്റ് ആണ് എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് സെക്കൻഡ് കണ്ടീഷനിലെ സാഹചര്യങ്ങളൊന്ന് പരിശോധിക്കാം. ഒരാൾ 59 ദിവസം ഇന്ത്യയിൽ പ്രീവിയസ് ഇയറിൽ താമസിച്ചു. ബാക്കി 4 വർഷത്തിലെല്ലാം കൂടെ 365 ദിവസം ഉണ്ട്. എങ്കിലും സാറ്റിസ്ഫൈ ആവോ? ഇല്ല. കാരണം എന്താണ്? 59 ദിവസമുള്ളൂ. ഇനി വേണമെങ്കിൽ ഇങ്ങനെ സംഭവിക്കാം. 60 ദിവസം താമസിച്ചു, മറ്റുള്ള 4 വർഷത്തിലെല്ലാം കൂടെ 364 ദിവസമാണ് താമസിച്ചത് എന്ന് കരുതുക. അപ്പോഴും സെക്കൻഡ് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആവില്ല. 60 ദിവസവും വേണം ആൻഡ് അതിനോടൊപ്പം 365 ദിവസവും 4 പ്രീവിയസ് ഇയറിലും വേണം, പ്രിസീഡിങ് പ്രീവിയസ് ഇയറിലും വേണം. എങ്കിൽ മാത്രമേ ഈ 2ാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആവും. അതുകൊണ്ടാണ് ഞാൻ ഓൾറെഡി പറഞ്ഞത് ആൻഡും ഓറും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇൻകം ടാക്സിൽ എന്ന് ഞാൻ ഓൾറെഡി ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞത്. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഫസ്റ്റ് കണ്ടീഷൻ എക്സാമ്പിൾ ആണ് എന്ത്? പ്രീവിയസ് ഇയർ 2023-2024 182 days ഓർ മോർ. അത് ഫസ്റ്റ് കണ്ടീഷൻ. ഓർ അല്ലെങ്കിൽ എന്താ ഇങ്ങനെ എടുക്കേണ്ടത്? 2023-2024 60 ദിവസം. അവിടെ നിന്ന് അങ്ങോട്ട് പുറകിലോട്ട് 4 വർഷം എടുക്കാം. 2022-23, 2021-22, 2020-21, 2019-2020. ഈ 4 വർഷത്തിൽ എല്ലാം കൂടെ 365 ദിവസം ഉണ്ടോ എന്നാണ് പരിശോധിക്കേണ്ടത്. ഇതുണ്ടെന്നുണ്ടെങ്കിൽ അയാൾ എന്താണ്? റെസിഡൻ്റ് ആണ് എന്നാണ് പറയുന്നത്. സോ എല്ലാവർക്കും ഈ 2 കണ്ടീഷൻസും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. എക്സെപ്ഷൻസ്. എന്താണ് എക്സെപ്ഷൻസ്? അതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇഫ് എൻ ഇന്ത്യൻ സിറ്റിസൺ
3 കേസാണ് ഇവിടെ പറയുന്നത്. ഒരു ഇന്ത്യൻ സിറ്റിസണായ വ്യക്തി, ഇനി 3 കേസുകളാണ്. കേസ് 1, കേസ് 2, കേസ് 3. ലിവിങ് ഇന്ത്യ ഫോർ എംപ്ലോയ്മെൻറ്റ് വേണ്ടി ഇന്ത്യ വിട്ടു, അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടി എന്താണ് ഒരാൾ ഇന്ത്യ വിട്ടുപോയി. രണ്ടാമത് ക്രൂ മെമ്പർ ഇൻ ഷിപ്പ്, ഒരു ഷിപ്പിലെ ക്രൂ മെമ്പറാണ് കരുതുക, അല്ലെങ്കിൽ സ്റ്റാഫാണെന്ന് കരുതുക. മൂന്നാമത്തെ കണ്ടീഷൻ എന്താണ് നമുക്ക് നോക്കാം. ഇന്ത്യൻ ഒറിജിൻ വിസിറ്റിംഗ് ഇന്ത്യ ഓർ ഇന്ത്യൻ സിറ്റിസൺ വിസിറ്റിംഗ് ഇൻ ഇന്ത്യ ഹൂ ബീങ് ഔട്ട്സൈഡ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ എന്താണ്, പുറത്ത് താമസിക്കുന്ന ഇന്ത്യക്കാരനായ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ ഒറിജിനായ ഒരു വ്യക്തിയോ ഇന്ത്യയിലേക്ക് വിസിറ്റ് ചെയ്യുകയാണ്. ഈ 3 കണ്ടീഷൻസ്, ലിവിങ് ഇന്ത്യ ഫോർ എംപ്ലോയ്മെൻറ്റ്, ക്രൂ മെമ്പർ ഇൻ ഷിപ്പ്, ഇന്ത്യൻ ഒറിജിൻ വിസിറ്റിംഗ് ഇന്ത്യ ഓർ ഇന്ത്യൻ സിറ്റിസൺ ഹൂ വിസിറ്റിംഗ് ഇൻ ഇന്ത്യ ഹൂ ബീങ് ഔട്ട്സൈഡ് ഇന്ത്യ, ഈ 3 കേസുള്ള ആളുകൾക്കും രണ്ടാമത്തെ കണ്ടീഷൻ അപ്ലൈ ചെയ്യില്ല. നോട്ട് അപ്ലൈ ബേസിക് കണ്ടീഷൻ 2. ബേസിക് കണ്ടീഷൻ 2 ഏതാണ്? ഈ കണ്ടീഷൻ, ഇൻഡിവിജ്വൽ ഫോർ ഇന്ത്യ ഫോർ 60 days ഓർ 11 previous year ഓർ 365 days ഓർ മോർ ഇൻ പാസ്റ്റ് ഫോർ പ്രിസീഡിംഗ് പ്രീവിയസ് ഇയർ. ഈ കണ്ടീഷൻ ഈ 3 കൂട്ടർക്കും അപ്ലൈഡ് അല്ല. അവർക്ക് ഏത് മാത്രമാണ് അപ്ലൈ? ഓൺലി അപ്ലൈ ബേസിക് കണ്ടീഷൻ 1. ഈ 3 ആളുകളും 182 ദിവസം ഇന്ത്യയിൽ നിന്നിട്ടുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. അത് നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അയാൾ റെസിഡൻ്റ് ആണ്. രണ്ടാമത്തെ കണ്ടീഷൻ തിരഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ചോദ്യത്തിൽ ഈ പറഞ്ഞ 3 ആളുകളാണ് എന്ന് കരുതുക. അപ്പോൾ നമ്മൾ ഒറ്റ കണ്ടീഷൻ ചെക്ക് ചെയ്യാൽ മതി. ഫസ്റ്റത്തെ ബേസിക് കണ്ടീഷൻ മാത്രം ചെക്ക് ചെയ്യുക. അത് ചെക്ക് ചെയ്തിട്ടോ അത് ഓക്കെ ആണോ, അയാൾ റെസിഡൻ്റ് ആണ്. ഇനി അല്ലേ, അയാൾ റെസിഡൻ്റ് അല്ല. രണ്ടാമത്തെ കണ്ടീഷൻ തപ്പിപ്പോണ്ട എന്ന് ചുരുക്കം. ഓക്കെ, ഇനി എക്സെപ്ഷൻ ടു ദ എക്സെപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മൂന്നാമത്തെ ഈ കേസ് ഉണ്ടല്ലോ, ഇന്ത്യൻ ഒറിജിൻ വിസിറ്റിംഗ് ഇന്ത്യ ഓർ ഇന്ത്യൻ സിറ്റിസൺ വിസിറ്റിംഗ് ഇൻ ഇന്ത്യ ഹൂ ബീങ് ഔട്ട്സൈഡ് ഇന്ത്യ. ഈ മൂന്നാമത്തെ കണ്ടീഷന് ഒരു എക്സെപ്ഷൻ ഉണ്ട്. എക്സെപ്ഷൻ ടു ദ എക്സെപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സെപ്ഷൻ ടു ദ എക്സെപ്ഷൻ എന്ന് പറഞ്ഞാൽ അപ്ലിക്കബിൾ എന്നാണ് മീനിങ്. അതായത് ഒരു ഒഴിവിന് മറ്റൊരു ഒഴിവ് എന്ന് വെച്ചാൽ അത് അപ്ലിക്കബിലിറ്റി ആണെന്നാണ് ചുരുക്കം. ഇത് 2020 ഫിനാൻസ് ആക്ടിൽ വന്ന പുതിയൊരു അമെൻമെൻ്റ് ആണ്. ഇതിനു മുന്നേ ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നില്ല. ഈ 3 കൂട്ടരും ഫസ്റ്റ് കണ്ടീഷൻ മാത്രം നോക്കിയാൽ മതി എന്നായിരുന്നു ഇതിനു മുന്നേ. പക്ഷേ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ മൂന്നാമത്തെ കണ്ടീഷൻ നോക്കുന്ന സമയത്ത് ഒരു കാര്യം കൂടി ചെക്ക് ചെയ്യണം. നിയമം എന്താണ് ആദ്യം പറയുന്നത്? ഈ 3 കൂട്ടർക്കും എന്ത് വേണ്ട? രണ്ടാമത്തെ കണ്ടീഷൻ നോക്കണ്ട എന്നാണ് പറയുന്നത്. അതിനോടൊപ്പം തന്നെ വേറൊരു കാര്യം പറയുകയാണ്. ഇനി മൂന്നാമത്തെ കൂട്ടരാണെങ്കിൽ അവർക്ക് ഒരു കണ്ടീഷൻ കൂടി അപ്ലൈ ആണ്. അതെന്താണ്? എക്സെപ്ഷൻ ടു ദ എക്സെപ്ഷൻ. ഈ മൂന്നാമത്തെ ആളുകളാണെങ്കിൽ നമ്മൾ ഒരു കാര്യം കൂടി ചെക്ക് ചെയ്യണം. അതെന്താണെന്നാണ് നോക്കുന്നത്. ഇന്ത്യൻ സിറ്റിസൺ ഓർ ഇന്ത്യൻ ഒറിജിൻ വിസിറ്റിംഗ് ഇൻ ഇന്ത്യ വിൽ അപ്ലൈ ബേസിക് കണ്ടീഷൻ 2 വിത്ത് എ മോഡിഫിക്കേഷൻ. അവർക്ക് ബേസിക് കണ്ടീഷൻ 2 അപ്ലൈ ആണ് എന്നാണ് പറയുന്നത്. ഫസ്റ്റ് അല്ലാന്ന് പറഞ്ഞു, എന്നിട്ട് നിയമം പറയാണ് ആണ്, 2020 മുതൽ ആണ് എന്ന് പറയാണ്. വിത്ത് എ ബേസിക് കണ്ടീഷൻ 2 വിത്ത് എ മോഡിഫിക്കേഷൻ. ഒരു മോഡിഫിക്കേഷനോട് കൂടിയിട്ട് രണ്ടാമത്തെ കണ്ടീഷൻ അപ്ലിക്കബിൾ ആണ്. ഇനി എന്താണ് കണ്ടീഷൻസ് എന്ന് പറയാണ്? അയാൾക്ക് മോർ ദാൻ ഓർ ഈക്വൽ ടു 50 lakh ഇന്ത്യൻ ഇൻകം. അങ്ങനെ ഒരു വ്യക്തിയാണ്. അതായത് എങ്ങനെ വ്യക്തി? ഇന്ത്യൻ ഒറിജിനായ വ്യക്തി അല്ലെങ്കിൽ ഇന്ത്യൻ സിറ്റിസൺ ആയ ആൾ ഇന്ത്യയിലേക്ക് വരികയാണ്. അയാൾക്ക് 15 ലക്ഷം രൂപയുടെ മുകളിൽ ഇന്ത്യൻ ഇൻകം വരുമാനമുണ്ട്. ഫോറിൻ ഇൻകം അല്ല, ഇന്ത്യൻ ഇൻകം വരുമാനം ഉണ്ട് എങ്കിൽ, ആൻഡ് അത് മതിയോ? പോരാ, 120 days ഇൻ റെലവൻറ്റ് പ്രീവിയസ് ഇയർ. 120 ദിവസം പ്രീവിയസ് ഇയറിൽ ഇന്ത്യയിൽ സ്റ്റേ ചെയ്തിട്ടുണ്ട് എങ്കിൽ മതിയോ? അത് മാത്രം മതിയോ? അത് രണ്ടും മാത്രം മതിയോ? പോരാ. പ്ലസ് അതിനോടൊപ്പം എന്തും കൂടി വേണം. മോർ ദാൻ ഓർ ഈക്വൽ ടു 365 days ഇൻ പാസ്റ്റ് 4 year. കഴിഞ്ഞ പ്രീവിയസ് ഇയറിൻ്റെ 4 വർഷം പുറകോട്ട് എടുക്കുക. അതായത് പ്രീവിയസ് ഇയറിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് 4 വർഷം പുറകോട്ട് 365 ദിവസം ഇന്ത്യയിൽ താമസിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, ഇത് 3 ഉണ്ട് എന്നുണ്ടെങ്കിൽ അയാൾ എന്താണ്? റെസിഡൻ്റ് ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അയാൾ റെസിഡൻ്റ് ആണ് എന്നാണ് പറയുന്നത്. ഫസ്റ്റ് പറഞ്ഞത് എന്താണ്? അവർക്ക് രണ്ടാമത്തെ കണ്ടീഷൻ നോക്കണ്ട എന്നാണ് പറഞ്ഞത്. ഓക്കെ, എന്നിട്ട് നിയമം തന്നെ പറയാണ് മൂന്നാമത്തെ ആളുകൾക്ക് എന്ത് ചെയ്യണം? രണ്ടാമത്തെ കണ്ടീഷൻ നോക്കണം വിത്ത് എ മോഡിഫിക്കേഷൻ. ആ മോഡിഫിക്കേഷൻ എന്താണ്? 120 days ആണ് ഇവിടെ ഏറ്റവും വലിയ മോഡിഫിക്കേഷൻ വന്നിട്ടുള്ളത്. കാരണം എന്താണ്? മുൻപത്തെ കേസിലൊക്കെ 60 ദിവസമായിരുന്നു. ആ 60 ദിവസം ഇവിടെ എന്തായി മാറി? 120 ദിവസമായി മാറി. ഒപ്പം ഒരു 50 lakhൻ്റെ ഒരു പുതിയൊരു സെക്ഷൻ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് മോർ ദാൻ ഓർ ഈക്വൽ ടു 50 lakhs ഇന്ത്യൻ ഇൻകം ഉണ്ടാവണം, ആൻഡ് 120 days ഇൻ റെലവൻറ്റ് പ്രീവിയസ് ഇയർസ് ഇന്ത്യയിൽ സ്റ്റേ ചെയ്യണം, പ്ലസ് മോർ ദാൻ 365 days ഇൻ പാസ്റ്റ് പ്രൊസീഡിംഗ് ഫോർ പ്രീവിയസ് ഇയർ. പ്രൊസീഡിംഗ് 4 വർഷത്തിലോട്ട് പുറകോട്ട് 365 ദിവസം ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. ചുരുക്കം പറഞ്ഞാൽ
മൂന്നാമത്തെ ആളുകൾക്ക് ഈ കണ്ടീഷനിൽ ഈ 60 ദിവസം എന്ന് മാറിയിട്ട് ഇവിടെ എന്തായി 120 ദിവസം എന്നായി. ബാക്കിയൊക്കെ സെയിം ആണ്. അതിനോടൊപ്പം ഒരു സംഭവം കൂടി ആഡായി. അതെന്താണ് ഈ 15 ലക്ഷം എന്നുള്ള ഇൻകത്തിൻ്റെ കാര്യം കൂടി ആഡായി എന്നുള്ളതാണ് ഇവിടെ വന്ന ഒരു മാറ്റം. സോ ഈ 3 കാര്യങ്ങളും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എക്സെപ്ഷൻസ് എന്താണ്? ഈ 3 ആളുകൾക്ക് എന്ത് വേണ്ട? രണ്ടാമത്തെ കണ്ടീഷൻ നോക്കണ്ട. ഈ മൂന്നാമത്തെ ആളുകൾക്ക് എന്ത് ചെയ്യണം? രണ്ടാമത്തെ കണ്ടീഷൻ നോക്കണം. എങ്ങനെ? വിത്ത് എ മോഡിഫിക്കേഷനോട് കൂടി രണ്ടാമത്തെ കണ്ടീഷൻ നോക്കണം എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് റെസിഡൻറ്റിൻ്റെ 2 സബ് ഡിവിഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. റെസിഡൻറ്റ് 2 തരമാണ്. ഒന്ന് റെസിഡൻറ്റ് ബട്ട് ഓർഡിനറി റെസിഡൻറ്റ്, റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറിലി റെസിഡൻറ്റ്. ഇങ്ങനെ 2 തരമാണ് റെസിഡൻറ്റ്. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. സെക്ഷൻ 6 സബ്സെക്ഷൻ 1 പ്രകാരം 2 സബ് ഡിവിഷനുണ്ട്. ഒന്ന് റെസിഡൻറ്റ് ബട്ട് ഓർഡിനറി റെസിഡൻറ്റ്, റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറിലി റെസിഡൻറ്റ്. ഇനി എന്താണ് ഈ 2 സബ് ഡിവിഷൻ എന്ന് നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. അതിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, സെക്ഷൻ 6 സബ്സെക്ഷൻ 6 പ്രകാരം ഓർഡിനറിലി റെസിഡൻറ്റ് ഓർ നോട്ട് ഓർഡിനറി റെസിഡൻറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി 2 അഡീഷണൽ കണ്ടീഷനും കൂടി സാറ്റിസ്ഫൈഡ് ആവണം. ഫസ്റ്റ് നമ്മൾക്കൊരു ചോദ്യം കിട്ടിയാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം റെസിഡൻ്റ് ആണോ എന്ന് നോക്കണം. ഓക്കെ, ഇനി നമ്മൾ ഉറപ്പിച്ചു ഇത് റെസിഡൻ്റ് ആണ് എന്ന്. സോ റെസിഡൻ്റ് ആണ് എങ്കിൽ അത് ഓർഡിനറി റെസിഡൻ്റ് ആണോ അല്ലെങ്കിൽ നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണോ എന്ന് നോക്കണം. അതിനുവേണ്ടി ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാലാണല്ലോ റെസിഡൻ്റ് ആണ് എന്ന് നമ്മൾ ഉറപ്പിച്ചു. അതിനോടൊപ്പം തന്നെ 2 അഡീഷണൽ കണ്ടീഷൻ കൂടി വേണം. ആ അഡീഷണൽ കണ്ടീഷൻ നമുക്ക് A1 A2 എന്ന് പേരിടാം. ആ അഡീഷണൽ കണ്ടീഷൻസ് എന്തൊക്കെയാണ് എന്നാണ് നോക്കുന്നത്. ഫസ്റ്റ് അഡീഷണൽ കണ്ടീഷൻ എന്താണ്? മസ്റ്റ് ബി റെസിഡൻറ്റ് ഇൻ പാസ്റ്റ് എനി 2 years ഔട്ട് ഓഫ് 10 പ്രിസീഡിങ് റെലവൻറ്റ് പ്രീവിയസ് ഇയർ. ആ ഒരു വ്യക്തി, ഒരു ഇൻഡിവിജ്വലായ വ്യക്തി റെസിഡൻ്റ് ആണ് എന്നുള്ളത് ഷുവറാണ്. ഓക്കെ, എങ്കിൽ പുറകോട്ട് 10 വർഷം എടുക്കുക. റെലവൻറ്റ് പ്രീവിയസ് ഇയറിൻ്റെ അവിടുന്ന് ഇങ്ങോട്ട് പുറകോട്ട് 10 വർഷം എടുക്കുക. അതായത് 2023-24 അവിടുന്ന് പുറകോട്ട് 10 വർഷം എടുക്കുക. ഈ 10 വർഷത്തിൽ ഏതെങ്കിലും 2 വർഷത്തിൽ അയാൾ എന്താണോ റെസിഡൻ്റ് ആണോ എന്ന് നോക്കുക. ഓക്കെ, ആദ്യം പ്രീവിയസ് ഇയർ എടുക്കുക, അവിടുന്ന് പുറകോട്ട് 10 വർഷം എടുക്കുക. ഈ പുറകോട്ട് 10 വർഷത്തിൽ ഏതെങ്കിലും 2 വർഷത്തിൽ അയാൾ എന്താണോ റെസിഡൻ്റ് ആണെങ്കിൽ അതാണ് അഡീഷണൽ കണ്ടീഷൻ 1. അത് മതിയോ? അത് മാത്രം പോരാ. ആൻഡ് ഇതോടൊപ്പം ആൻഡാണ് ഇവിടെ, ശ്രദ്ധിച്ച് കേൾക്കണം. ആൻഡാണ്, ഓറല്ല. അത് മാത്രം പോരാ. അതിനോടൊപ്പം ആൻഡ് അഡീഷണൽ കണ്ടീഷൻ 2 എന്താണ്? ഹി മസ്റ്റ് സ്റ്റേ മോർ ദാൻ ഓർ ഈക്വൽ ടു 730 days ഇൻ 7 years റെലവൻറ്റ് പ്രീവിയസ് ഇയർ. എന്ന് വെച്ചാൽ എന്താണ്? 730 ദിവസമോ അല്ലെങ്കിൽ അതിലധികമോ പ്രീവിയസ് ഇയറിന് അവിടുന്ന് അങ്ങോട്ട് 7 വർഷത്തിൽ അയാൾ ഇന്ത്യയിലുണ്ടോ എന്നാണ് നോക്കേണ്ടത്. സോ 729 ദിവസം സെക്കൻഡ് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആവുമോ? ഇല്ല, 730 ദിവസമാണ്. 730 ദിവസമോ അല്ലെങ്കിൽ അതിലധികമോ 730 days മിനിമം വേണം 7 വർഷം പുറകോട്ട് എടുത്തു കഴിഞ്ഞാൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ കണ്ടീഷനും സാറ്റിസ്ഫൈഡ് ആണ്. സോ ഫസ്റ്റ് കണ്ടീഷനും രണ്ടാമത്തെ കണ്ടീഷനും സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ടെങ്കിൽ അയാൾ എന്താണ്? ഓർഡിനറിലി റെസിഡൻ്റ് ആണ്. ബോത്ത് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയാൽ അയാൾ എന്താണ്? ഓർഡിനറിലി റെസിഡൻ്റ് ആണ്. ഇനി ബോത്ത് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ അയാൾ എന്താണ്? നോട്ട് ഓർഡിനറിലി റെസിഡൻ്റ് ആണ്. ബോത്ത് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ നോട്ട് ഓർഡിനറിലി റെസിഡൻ്റ് ആണ്. ബോത്ത് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ് എന്നുണ്ടെങ്കിൽ ഓർഡിനറിലി റെസിഡൻ്റ് ആണ്. സി, ഇവിടെ ബേസിക്കലി ചെക്ക് ചെയ്യുന്നത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നോക്കുന്ന സമയത്ത് നമ്മൾ പ്രീവിയസ് ഇയറിൽ ഇന്ത്യയിലുണ്ടോയെന്നാണ്. പ്രീവിയസ് ഇയറിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താണ്? അയാൾ റെസിഡൻ്റായി. ഇവിടെ എന്താ ചെക്ക് ചെയ്യുന്നത്? ഓർഡിനറിലി റെസിഡൻ്റ് ആണോ, സർവ്വസാധാരണമായിട്ട് അയാൾ റെസിഡൻ്റ് ആണോ എന്നാണ് നോക്കുന്നത്. അതിനുവേണ്ടി എന്താണ് നോക്കുന്നത്? ഹിസ്റ്ററിയാണ് നോക്കുന്നത്. അയാൾ പുറകിലോട്ടുള്ള ഹിസ്റ്ററിയാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ അഡീഷണൽ കണ്ടീഷനിൽ ചെക്ക് ചെയ്യുന്നത് ഹിസ്റ്ററിയും ബേസിക് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത് പ്രസൻറ്റും ആണ് ചെക്ക് ചെയ്യുന്നത്. സോ ഈ ബോത്ത് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയാൽ ഓർഡിനറിലി റെസിഡൻ്റ് ആണ് എന്നാണ് ഇവിടെ നമ്മൾ പറയുന്നത്. ഇനി ഇതിൽ ഒരു കണ്ടീഷൻ മാത്രം റെസിഡൻ്റ് സാറ്റിസ്ഫൈ ചെയ്തു, അപ്പോൾ അയാൾ എന്താണ്? നോട്ട് ഓർഡിനറി റെസിഡൻറ്റ്. 2 കണ്ടീഷനും സാറ്റിസ്ഫൈഡ് അല്ല, അപ്പോഴെന്താണ്? നോട്ട് ഓർഡിനറി റെസിഡൻറ്റ്. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആരാണ് നോട്ട് ഓർഡിനറി റെസിഡൻറ്റ് എന്നാണ്. തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞു അഡീഷണൽ കണ്ടീഷൻ 2 സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ടെങ്കിൽ അയാൾ ഓർഡിനറി റെസിഡൻ്റ് ആണ് എന്നാണ്.
അഡീഷണൽ കണ്ടീഷൻ രണ്ടെണ്ണം സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണ്. അതുപോലെ തന്നെ അഡീഷണൽ കണ്ടീഷൻ ഒരെണ്ണം സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല എന്നുണ്ടെങ്കിലും അയാൾ നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണ്. അത് തന്നെ ഇവിടെ ഒന്ന് വൈഡായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു എന്നുള്ളൂ. ഇറ്റ് ഹാസ് ബീൻ നോൺ റെസിഡന്റ് ഇൻ 9 out of 10 പ്രീവിയസ് ഇയർ ഇമ്മീഡിയറ്റ്ലി റെലവൻറ്റ് പ്രീവിയസ് ഇയർ. എന്ന് വെച്ചാൽ പ്രീവിയസ് ഇയറിൻ്റെ അവിടുന്ന് അങ്ങോട്ട് പുറകോട്ട് 10 വർഷത്തിൽ 9 വർഷം അയാൾ നോൺ റെസിഡന്റ് ആണ്. 9 വർഷം നോൺ റെസിഡന്റ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ ആകെ 1 വർഷം എന്താവുള്ളൂ, റെസിഡന്റ് ആവുള്ളൂ. 10 വർഷത്തിൽ 9 വർഷം നോൺ റെസിഡന്റ് ആണ്. ദാറ്റ് മീൻസ് വാട്ട്, 1 ഇയറേ അയാൾ എന്തുള്ളൂ, റെസിഡന്റ് ഉള്ളൂ. 1 ഇയർ റെസിഡന്റ് ആയ ഓർഡിനറി റെസിഡന്റ് ആവോ? ഇല്ല. ഓർഡിനറി റെസിഡന്റ് ആവുന്ന കണ്ടീഷൻ എന്താണ്, 2 വർഷം റെസിഡന്റ് ആവണം എന്നാണ്. സോ ഇവിടെ 10ൽ 9 നോൺ റെസിഡന്റ് ആണ് എന്നുണ്ടെങ്കിൽ എന്താണ്, നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണ്. അതുപോലെ രണ്ടാമത്തെ കണ്ടീഷൻ നോക്കാം. ഇഫ് സച്ച് ഇൻഡിവിജ്വൽ ഹാസ് ഡ്യൂറിംഗ് 7 previous preceding relevant previous year be in India for a period of 729 days or less. 729 ദിവസമോ അതിൽ താഴെയോ ഇന്ത്യയിലുള്ളൂ എന്നുണ്ടെങ്കിൽ ആരാണ്, നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണ്. തൊട്ട് മുന്നേ എന്താ പറഞ്ഞത് നമ്മൾ, 729 ദിവസമോ 730 ദിവസമോ അല്ലെങ്കിൽ അതിന്റെ മേലെ ഉണ്ടെങ്കിൽ ആരാണ്, ഓർഡിനറി റെസിഡന്റ് ആണ്. അല്ലെ നേരെ ഓപ്പോസിറ്റ്, 729 അല്ലെങ്കിൽ അതിന്റെ താഴെ ഉള്ളെന്നുണ്ടെങ്കിൽ ആരാണ്, നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണ്. ഇനി മൂന്നാമത്തെ കണ്ടീഷൻ എന്താന്ന് നോക്കാം. ഇഫ് സച്ച് ഇൻഡിവിജ്വൽ ഈസ് എ ഇന്ത്യൻ സിറ്റിസൺ ഓർ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ വിസിറ്റിംഗ് ഇൻ ഇന്ത്യ ഹാവിംഗ് ഇന്ത്യൻ ഇൻകം എക്സീഡിംഗ് ₹15 lakh and who has been in India 120 days or more but less than 182 days. നേരത്തെ പറഞ്ഞതിൻ്റെ നേരെ ഒരു ചെറിയ വ്യത്യാസം ഇവിടെ ഉള്ളൂ. അതായത് ഒരു ഇൻഡിവിജ്വൽ ഇന്ത്യൻ സിറ്റിസൺ ആണ് അല്ലെങ്കിൽ ഇന്ത്യൻ ഒറിജിൻ ആണ്, അയാൾ ഇന്ത്യയുടെ പുറത്താണ്, അയാൾ ഇന്ത്യയിലേക്ക് വിസിറ്റ് ചെയ്യാണ്. അതുപോലെ അയാൾക്ക് ഇന്ത്യൻ ഇൻകം എത്രയുണ്ട്, 15 ലക്ഷത്തിന് മുകളിലുണ്ട് എങ്കിൽ അതോടൊപ്പം അയാൾ ഇന്ത്യയിൽ 120 ദിവസത്തിൻ്റെ മുകളിലും 182 ദിവസത്തിൻ്റെ താഴെയുമായിരിക്കണം. അതായത് 120 ഡേയ്സ് മുകളിലും 182 ഡേയ്സിന് താഴെയുമായിരിക്കണം. ബിറ്റ്വീൻ 120 ഡേയ്സ് ആൻഡ് 182 ഡേയ്സ്. ദാറ്റ് മീൻസ് ഹി ഈസ് നോട്ട് ഓർഡിനറി റെസിഡന്റ്. വളരെ സിമ്പിളാണ്. മൂന്നാമത്തെ കണ്ടീഷനിൽ 3 കണ്ടീഷനാണ്. ഒന്നെങ്കിൽ ഇന്ത്യ ആവണം, ഇന്ത്യൻ സിറ്റിസൺ ആവണം, അതുപോലെ ഇന്ത്യൻ ഒറിജിൻ ആയിരിക്കണം, അയാൾക്ക് ഇന്ത്യൻ ഇൻകം ആയിരിക്കണം, അതുപോലെ 15 ലക്ഷത്തിന് എക്സീഡ് ആയിരിക്കണം. 4ാമത് കണ്ടീഷൻ കൂടെ ഉണ്ട്. 3 കണ്ടീഷനല്ല, 4 കണ്ടീഷൻ ഉണ്ട്. 4ാമത്തെ കണ്ടീഷൻ എന്താണ്, 120 ദിവസത്തിൻ്റെയും 182 ദിവസത്തിൻ്റെയും ഇടയിലായിരിക്കണം. ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അയാൾ ആരാണ്, നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണ് എന്നാണ് പറയുന്നത്. ലാസ്റ്റത്തെ എന്താണ്, ഡീംഡ് റെസിഡന്റ്. ഡീംഡ് റെസിഡന്റ് എന്താണ് നമ്മൾ ഫസ്റ്റ് പഠിച്ചു. ഈ ഡീംഡ് റെസിഡന്റ് ആണ് എന്നുണ്ടെങ്കിൽ വേറെ ഒന്നും നോക്കാൻ പോണ്ട, അയാൾ ആരാണ്, നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണ്. അവിടെ ഇനി ഓർഡിനറി റെസിഡന്റ് ആണ് നോക്കാനുള്ള യാതൊരു ഓപ്ഷൻ അവിടെ ഇല്ല. അയാൾ ഡയറക്റ്റ്ലി എന്താണ്, സ്ട്രെയിറ്റ് അവേ നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണ് എന്നാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ ഇതിൽ ചെക്ക് ചെയ്യേണ്ട വേറൊരു കാര്യമാണ്, നമ്മളിവിടെ പറഞ്ഞു എക്സെപ്ഷൻ ടു ദ എക്സെപ്ഷൻ എന്ന് പറഞ്ഞു. ഈ കണ്ടീഷനിലും അയാൾ ഡയറക്റ്റ് എന്താണ്, നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണ്, അയാൾ ഓർഡിനറി റെസിഡന്റ് അല്ല. ഇവിടെ നമ്മൾ പറഞ്ഞത് അയാൾ റെസിഡന്റ് ആണോ അല്ലേന്നാണ്. റെസിഡന്റ് ആണെങ്കിൽ തന്നെയും അയാൾ ഡയറക്റ്റ്ലി നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണ്, അല്ലാണ്ട് എന്തല്ല, ഓർഡിനറി റെസിഡന്റ് അല്ല. വേറെ കണ്ടീഷൻ ഒന്നും ചെക്ക് ചെയ്യാൻ പോകണം, ഡയറക്റ്റ് സ്ട്രെയിറ്റ് അവേ നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണ് എന്ന് നമുക്ക് ഉറപ്പിക്കാം. ഇത്രയുമാണ് ഈ പോർഷനിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് വളരെ ക്ലിയർ ആയി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഞാൻ വളരെ സ്ലോവിലാണ് എടുത്തിട്ടുള്ളത്. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളുള്ളൂ. ഈ നോട്ട് നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ എഴുതി വെക്കുക. എഴുതി വെച്ചാൽ ഒന്നും കൂടി ക്ലിയർ ആയിട്ട് ഇത് മനസ്സിലാവും. ഇനി ഇതിൻ്റെ എക്സാമ്പിളുകൾ നമുക്ക് എന്താണെന്ന് നോക്കാം. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ഒരു എക്സാമ്പിളാണ്. എക്സാമ്പിൾ നമുക്ക് വായിക്കാം. മിസ്റ്റർ റിച്ചാർഡ്, എ കനേഡിയൻ സിറ്റിസൺ, came to India for the first time on 12th February 2022. റിച്ചാർഡ് എന്ന് പറയുന്ന ഒരു കനേഡിയൻ സിറ്റിസൺ ആദ്യമായി ഇന്ത്യയിലേക്ക് വരുന്നത് 12 ഫെബ്രുവരി 2022 ഹി സ്റ്റേഡ് ഇൻ ഇന്ത്യ അപ് ടു 18 ജനുവരി 2024 ആൻഡ് വെന്റ് ബാക്ക് ടു കാനഡ. അദ്ദേഹം 2024 18-ാം തീയതി വരെ ഇന്ത്യയിൽ താമസിച്ചു. അതിനുശേഷം കാനഡയിലേക്ക് മടങ്ങി. ഡിറ്റർമിൻ ഹിസ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഫോർ ദ പ്രീവിയസ് ഇയർ 2023-24 2023-2024 പ്രീവിയസ് ഇയറിൽ അയാൾ റെസിഡൻ്റ് ആണോ നോൺ റെസിഡൻ്റ് ആണോ എന്നുള്ളതാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവാം ബേസിക് കണ്ടീഷൻ എന്താണ്. ഒരു റെസിഡൻറ്റ് ആവാനുള്ള ബേസിക് കണ്ടീഷൻസ് 2 എണ്ണമാണ്. ഒന്നാമത് എന്താണ്, ഫസ്റ്റ് കണ്ടീഷൻ ആദ്യം എടുത്ത് നോക്കാം. ഹി മസ്റ്റ് ബി സ്റ്റേ ഇൻ ഇന്ത്യ ഫോർ 182 ഡേയ്സ് ഓർ മോർ ഇൻ റെലവൻറ്റ് പ്രീവിയസ് ഇയർ. ഓക്കെ, എന്ന് വെച്ചാൽ എന്താണ്, 2023-24 അദ്ദേഹം
182 ദിവസമോ അല്ലെങ്കിൽ അതിന് മുകളിലോ ഇന്ത്യയിൽ താമസിച്ചിട്ടുണ്ടോ എന്നാണ് ആദ്യം ചെക്ക് ചെയ്യേണ്ടത്. സോ ഇവിടെ അദ്ദേഹം 18 ജനുവരി 2024 വരെ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. 2023-24 പ്രീവിയസ് ഇയറിൽ, അതായത് ഏപ്രിൽ മുതൽ 18 ജനുവരി 2024 വരെ അയാൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഏപ്രിൽ മുതൽ 2024 ജനുവരി 18-ാം തീയതി വരെ കാൽക്കുലേറ്ററിൽ ദിവസങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഫസ്റ്റ് ഏപ്രിൽ മാസം എത്ര ഉണ്ട്? 30, മെയ് മാസം 31, ജൂൺ 30, ജൂലൈ 31, ആഗസ്റ്റ് 31, സെപ്റ്റംബർ 30, ഒക്ടോബർ 31, നവംബർ 30, ഡിസംബർ 31 പ്ലസ് ജനുവരിയിൽ 18 ദിവസം. ഇങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 293 ദിവസം കിട്ടും. സോ 293 ദിവസം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 182 മുകളിലാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അയാൾ ആരാണ്? റെസിഡൻ്റ് ആണ്. രണ്ടാമത്തെ കണ്ടീഷനോട് പോകണോ? വേണ്ട, ഇതിൽ ഓറാണ്. ഞാൻ പറഞ്ഞിട്ടായിരുന്നു ഇവിടെ ആൻഡ് അല്ല, ഓറാണ്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്താൽ മതി. ഒരെണ്ണത്തിൽ ഫസ്റ്റ് കണ്ടീഷൻ തന്നെ സാറ്റിസ്ഫൈഡ് ആണ്. സോ അപ്പോൾ തന്നെ നമുക്ക് ഉറപ്പിക്കാം അയാൾ റെസിഡന്റ് ആണ് എന്നത്. സോ ഈ ക്വസ്റ്റ്യൻ ആൻസർ റെസിഡന്റ് എന്നാണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. മിസ്റ്റർ കല്യാൺ, an Indian citizen working in USA, came to India on 18th April 2023 and went back to USA on 14th August 2023. He come back to India again on 20th February 2024 and went back to USA on 5th April 2024. എന്ന് വെച്ചാൽ ഒരു ഇന്ത്യൻ സിറ്റിസൺ USA ജോലിയാണ്. അയാൾ ഇന്ത്യയിലേക്ക് വരുന്നത് 18-ാം തീയതി ഏപ്രിൽ 2023 അതിനുശേഷം അയാൾ 14 ഓഗസ്റ്റ് 2023 USA പോയി. അപ്പോൾ ആദ്യം 18 ഏപ്രിൽ മുതൽ 14 ഓഗസ്റ്റ് വരെയുള്ള ദിവസങ്ങളിൽ എത്ര ദിവസം ഇന്ത്യയിലുണ്ട് എന്ന് നോക്കുക. അതിനുശേഷം വീണ്ടും അയാൾ 28 ഫെബ്രുവരി ഇന്ത്യയിലേക്ക് വരികയാണ്. വെൻ ബാക്ക് ടു USA ഓൺ 5th ഏപ്രിൽ 2024. അപ്പോൾ ആ കാലയളവിലും അയാൾ ഇന്ത്യയിൽ എത്ര ദിവസം ഉണ്ടായി എന്ന് നോക്കണം. രണ്ടാമത്തെ കാലയളവ് എടുക്കുന്ന സമയത്ത് നമ്മുടെ പ്രീവിയസ് ഇയർ അവസാനിക്കുന്നത് എപ്പോഴാണ്? 31 മാർച്ച് 2024 ആണ്. സോ 28 ഫെബ്രുവരി മുതൽ 2024 മാർച്ച് 31 വരെയുള്ള ദിവസങ്ങൾ എടുത്താൽ മതി. അല്ലാണ്ട് നമ്മൾ ഏപ്രിൽ 5 വരെ എടുക്കേണ്ടതില്ല. ഇത്രയും ദിവസങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ അതാണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. 18/4/2023 മുതൽ 14 ഓഗസ്റ്റ് 2023 വരെ എത്ര ദിവസം ഉണ്ട് നോക്കാം. ഏപ്രിൽ 2023 13 ദിവസം ഉണ്ട്, മെയ് 31 ദിവസം, ജൂൺ 30 ദിവസം, ജൂലൈ 31 ദിവസം, ആഗസ്റ്റ് 14 ദിവസം. അങ്ങനെ 106 ദിവസം ഈ 4 മാസങ്ങളുണ്ട്, പ്ലസ് 13 ദിവസം. അങ്ങനെ നോക്കുമ്പോൾ 119 ദിവസം അയാൾ വന്നപ്പോൾ ഇന്ത്യയിൽ നിന്നിട്ടുണ്ട്. അതിനുശേഷം അയാൾ 28 ഫെബ്രുവരി മുതൽ മാർച്ച് 31 വരെ ആ പ്രീവിയസ് ഇയർ ഉണ്ടായിട്ടുണ്ട്. അത് എത്ര ദിവസമാണ്? 33 ദിവസം. സോ 33 ദിവസം പ്ലസ് 119 ദിവസം കൂട്ടിയാൽ 152 ദിവസം അയാൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. സോ നമ്മൾ ഈ കേസിൽ നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു ഇതൊരു എക്സെപ്ഷൻ കേസാണ്. ഇവിടെ ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ മാത്രം നോക്കിയാൽ മതി, 60 ദിവസത്തിന്റെ കണ്ടീഷൻ നോക്കണ്ട എന്ന് പറഞ്ഞിരുന്നു. സോ നമ്മൾ രണ്ടാമത്തെ കണ്ടീഷനിലോട് പോകണ്ട. ഫസ്റ്റ് ദിവസം 182 ദിവസം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം അയാൾ നോൺ റെസിഡന്റ് ആണ്. അല്ലാണ്ട് രണ്ടാമത്തെ കണ്ടീഷൻ 160 ദിവസം ഉണ്ടോ പുറകിലോട്ട് 360 ദിവസം ഉണ്ടോ എന്ന് നോക്കണ്ട, കാരണം ഇത് എക്സെപ്ഷൻ കേസാണ്. സോ നമുക്ക് ഇവിടെ ഉറപ്പിച്ച് പറയാം ഇയാൾ 152 ദിവസം ഉള്ളത് കൊണ്ട് അയാൾ എന്താണ്? ഒരു നോൺ റെസിഡന്റ് ആയ വ്യക്തി ആണ് എന്ന് പറയാം. ഇനി അടുത്ത ഒരു എക്സാമ്പിൾ കൂടെ നമുക്ക് നോക്കാം. മിസ്റ്റർ അലക്സ് ഡേവിസ് ഈസ് എ ഫോറിൻ സിറ്റിസൺ. സിൻസ് 1997 he came to India every year in the month of July for 112 days. ഡേവിസ് എന്ന് പറഞ്ഞത് ഒരു ഫോറിൻ സിറ്റിസൺ ആണ്, ഇന്ത്യക്കാരനല്ല. ഓക്കെ, ഫസ്റ്റ് അടിവരെ അവിടെയാണ്. 1997 മുതൽ അയാൾ ഇന്ത്യയിലേക്ക് എല്ലാ വർഷവും ജൂലൈ മാസം മുതൽ 112 ദിവസം ഇന്ത്യയിലുണ്ടാവും. Determine his residential status for the previous year 2023 and 2024. സോ എവരി ഇയർ 112 ദിവസം അയാൾ ഇന്ത്യയിലുണ്ടാവും. ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്? 182 ദിവസം ഇന്ത്യയിലുണ്ടോ എന്ന് നോക്കണം. ആദ്യം തന്നെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 112 ദിവസം ഉള്ളൂ. 182 ഡേയ്സ് സാറ്റിസ്ഫൈഡ് അല്ല. സോ എന്താണ്? ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് അല്ല. ഇനി അടുത്ത കണ്ടീഷൻ എന്താ നോക്കാം. 60 ദിവസം ഇന്ത്യയിലുണ്ടോ നോക്കണം. പ്രീവിയസ് ഇയറിൽ ഉണ്ട്, കാരണം ഇവിടെ 112 ദിവസം ഉണ്ട് എന്ന് പറയുമ്പോൾ പ്രീവിയസ് ഇയറിൽ 60 ദിവസത്തിൻ്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. ആൻഡ് 365 ഡേയ്സ് ഇൻ ഫോർ പ്രിസീഡിങ് പ്രീവിയസ് ഇയർ. 1997 മുതൽ അയാൾ 112 ദിവസം ഇന്ത്യയിലുണ്ട്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പുറകോട്ട് 4 വർഷം ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ്? 112 × 4. 4 വർഷം പുറകിലോട്ട് ആഡ് ചെയ്ത് 112 ദിവസം ഉണ്ടായിട്ടുണ്ട്. 112 × 4 എത്രയാണ്? 448 ദിവസം അയാൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്.
സോ അങ്ങനെയാണെങ്കിൽ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. സോ അയാൾ ആരാണ്? ഇന്ത്യൻ റെസിഡന്റ് ആണ്. രണ്ടാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. റെലവൻറ്റ് പ്രീവിയസ് ഇയറിൽ 60 ദിവസം ഉണ്ടായിട്ടുണ്ട്, 448 ദിവസം, പുറകിലോട്ട് 4 വർഷം ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. സോ ഹീസ് റെസിഡന്റ് ഇൻ ഇന്ത്യ. ക്വസ്റ്റ്യൻ 2 വായിച്ചു നോക്കാം. ബി, ഇഫ് ഹി ഈസ് എ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ വാട്ട് വിൽ ബി ദ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്? അസ്യൂം ഹിസ് ടോട്ടൽ ഇൻകം ഇൻ ഇന്ത്യ ആക്ച്വലി 15 lakh. എന്ന് വെച്ചാൽ അയാൾ ഇന്ത്യൻ ഒറിജിൻ ആണ് എന്നുണ്ടെങ്കിൽ അയാളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്താണ്? അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് 15 ലക്ഷത്തിന് മുകളിൽ ഇൻകം ഉണ്ട് എന്ന് നമ്മൾ അസ്യൂം ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ കേസിൽ നമ്മൾ പഠിച്ചു, ഇഫ് ഈസ് ഇൻ ഇന്ത്യൻ ഒറിജിൻ, ഇന്ത്യൻ ഇൻകം എക്സിൽ 15 lakh ആണ്. ഇന്ത്യൻ ഇൻകം ആണോ നോക്കണം. അത് കാരണം എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? ടോട്ടൽ ഇൻകം ഇൻ ഇന്ത്യൻ ഇൻകം എത്രയാണ്? 15 lakhന്റെ മുകളിലുണ്ട്. അടുത്ത കണ്ടീഷൻ എന്താണ്? 120 days ഇൻ റെലവൻറ്റ് പ്രീവിയസ് ഇയർ. റെലവൻറ്റ് പ്രീവിയസ് ഇയറിൽ 120 days ഉണ്ടോ നോക്കണം. ആൻഡ് സ്റ്റേ ഇൻ ഇന്ത്യ ഈക്വൽ ടു ഓർ മോർ ദാൻ 365 days ഫോർ പ്രിസീഡിങ് പ്രീവിയസ് ഇയർ. ഇത് രണ്ടും സാറ്റിസ്ഫൈഡ് ആണോ എന്ന് നോക്കണം. സോ രണ്ടാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അയാൾ എത്ര ദിവസം പ്രീവിയസ് ഇയറിൽ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് നോക്കണം. 112 ദിവസം മാത്രമേ അയാൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളൂ, 120 ദിവസം ഇല്ല. സോ രണ്ടാമത്തെ കണ്ടീഷൻ ഫെയിൽഡ് ആണ്. ദാറ്റ് മീൻസ് ഹി ഈസ് നോൺ റെസിഡൻറ്റ് ഇൻ ഇന്ത്യ എന്നാണ് പറയാനുള്ളത്. കാരണം എന്താണ്? രണ്ടാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയാൽ മാത്രമേ മൂന്നാമത്തെ കണ്ടീഷനിൽ പോകേണ്ട തന്നെ ഉള്ളൂ. കാരണം ആൻഡ് ആണ് ഇവിടെ. രണ്ടാമത്തെ കണ്ടീഷൻ തന്നെ ഫെയിൽഡ് ആണ്. സോ അവിടെ വെച്ച് നമുക്ക് അവസാനിപ്പിക്കാം, ഉറപ്പിക്കാം അയാൾ ആരാണ്? ഹീസ് എ നോൺ റെസിഡൻ്റ് ആണ്. സോ ഇത്രയുമാണ് ഇൻകം ടാക്സിലെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിനെ കുറിച്ചിട്ട് ഇവിടെ പറയാനുള്ളത്. നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. മനസ്സിലാവുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എന്ത് ചെയ്യണം? ഇത് ഷെയർ ചെയ്യണം. അതോടൊപ്പം തന്നെ കമൻറ്റുകൾ ഉണ്ടെങ്കിൽ, അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? രേഖപ്പെടുത്തണം. അതോടൊപ്പം എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരാവുന്നതാണ്. സോ ഈ വീഡിയോ ഇവിടെ കൺക്ലൂഡ് ചെയ്യാണ്. താങ്ക്